ആഴത്തിൽ നമ്മുടെ മനസ്സിൽ വർഷങ്ങൾ പോയാലും നമുക്ക് ആ കഥയും കഥാപാത്രങ്ങളും മനസ്സിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ സംഭവമാണ്. വളരെ കുറച്ചു കാലമേ ചേച്ചി സിനിമയിൽ അഭിനയിച്ചുള്ളൂ എങ്കിലും വിവാഹത്തിന് മുമ്പ് മികച്ച രണ്ടാമത്തെ നടിക്കുള്ള അവാർഡ് സ്വപ്നാടനം എന്ന ചിത്രം, അത് KG ജോർജ് സാറിന്റെ ഏറെക്കുറെ ആദ്യകാലത്തെ ഒട്ടുമുക്കാൽ പടത്തിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. സ്വപ്നാടനം, മണ്ണ്, പിന്നെ എന്തായിരുന്നു പോലീസുകാരൻ്റെ മകൾ, തുടർന്ന് അങ്ങോട്ട് ഒരു 3-4 ചിത്രങ്ങൾ ഞാൻ സാറിന്റെ പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് സാറിന്റെ പടങ്ങൾ വരുമ്പോൾ ഞാനില്ല എന്നെങ്ങാനും തുടക്കത്തിലൊരു സംശയം തോന്നിയാൽ എനിക്ക് സങ്കടമായിരുന്നു. അപ്പൊ ഞാൻ സാറിനെ വിളിച്ച് അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒരു സംവിധായകരോടും ചോദിച്ചിട്ടില്ല, ഈ പടത്തിൽ ഞാനില്ലേ സാറിന് ചോദിക്കാറുണ്ട്. അത് എഴുതി വരുന്നതേ ഉള്ളൂ, വലിയ ആലോചിക്കട്ടെ എന്ന് പറയും. അപ്പൊ പിന്നീട് എനിക്ക് 2-3 പടത്തിനകത്ത് ഞാൻ അഭിനയിച്ചപ്പോഴെല്ലാം അദ്ദേഹത്തിന്റെ സഹധർമ്മിണി സെൽമ ജോർജ് മിക്കവാറും എനിക്കൊരു പാട്ടുണ്ടെങ്കിൽ അത് സെൽമയായിരിക്കും പാടുന്നത്. അപ്പൊ ഞാനത് തമാശ രൂപേണ സാറിനോട് പറഞ്ഞിട്ടുണ്ട്, സാർ എനിക്കൊരു വേഷം എഴുതി സാർ, അപ്പൊ സെൽമയെ കൊണ്ടൊരു പാട്ടും എന്ന് പറയാറുണ്ട്. അല്ല, സെൽമ അയ്യോ നല്ല ഗായികയാണ്, പിന്നെ എന്താ പറയാ നമ്മുടെ വേണുനാഗവള്ളി ശോഭ അഭിനയിച്ച ആ പാട്ടില്ലേ, അതൊക്കെ ഉൾക്കടലിലെ പാട്ടൊക്കെ എന്തല്ല. അപ്പൊ അതല്ല, ഞാൻ അങ്ങനെ പറയും. കാരണം എന്താന്ന് വെച്ചാൽ ഒരു പക്ഷേ നായികയ്ക്ക് അന്ന് S ജാനകിയോ P സുശീലയോ ഒക്കെ പാടണമെങ്കിൽ പിന്നീടുള്ള കഥാപാത്രങ്ങൾക്കൊക്കെ എല്ലാവർക്കും പാടാമല്ലോ. അപ്പൊ അങ്ങനെ പോലും എനിക്ക് സാറിന്റെ പടത്തിൽ അഭിനയിക്കണം എന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. സാറ് നിവൃത്തിയുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വേഷം വരുമ്പോൾ, കാരണം എന്താ വെച്ചാൽ വരുന്നത് ഈ പറഞ്ഞതുപോലെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് സാറിന്റെ. ഇപ്പൊ ഈവൻ സ്വപ്നാടനം തന്നെ എന്തൊരു ഡെപ്തുള്ളൊരു ക്യാരക്ടറായിരുന്നു. ഞാനും റാണി ചന്ദ്രയും 2 ഈക്വൽ ക്യാരക്ടേഴ്സാണ്, മുകളിലും താഴെയും താമസിക്കുകയാണ്. അപ്പൊ അതിൽ അഭിനയിച്ചു. എനിക്ക് ഈ അവാർഡിന്റെ കാര്യമൊന്നും നമുക്ക് അന്നിങ്ങനത്തെ ചിന്തയൊന്നുമില്ല, നമ്മൾ തുടക്കക്കാരിയാണ്. പക്ഷെ എന്നെ അറിയിക്കുന്നത് മദ്രാസിലെ RK ലാബിൽ നിന്ന് എനിക്ക് ചന്ദ്രാജ് ചേട്ടൻ്റെ, അടൂർ ഭാസ് സാറിന്റെ സഹോദരന്റെ ഫോൺ വരികയാണ്, നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട് അറിയിക്കാൻ. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ പുതിയ പടം ഏതാണ്ട് നല്ലൊരു റോള് വന്ന് എനിക്ക് അടൂർ ഭാസ് സാറിനോട് അങ്ങനെ അഭിനയിക്കാൻ എന്നൊക്കെ വിചാരിച്ചു. അപ്പം അല്ല, ഇങ്ങനെ സ്വപ്നാടനം എന്ന ചിത്രത്തിൽ നിങ്ങൾക്ക് 2ാമത്തെ നടിക്കുള്ള അവാർഡ് നിങ്ങൾക്ക് ഉണ്ട്, പിന്നെ KPSC ഉള്ളത് ചേച്ചിക്ക് ഉണ്ടായിരുന്നു ആ കൊല്ലം. അപ്പം ഞാൻ പറഞ്ഞു എനിക്കോ എന്ന് പറഞ്ഞിട്ട് അതൊരു ഒരു ഓർക്കാപ്പുറത്ത് കിട്ടിയ ഒരു അംഗീകാരമാണ്. പക്ഷേ അത് ജോർജ് സാറിൻ്റെ ആ ഒരു ക്യാരക്ടർ കിട്ടിയത് കൊണ്ടും കൂടിയാണ് എനിക്ക് കിട്ടിയത്. അത്ര നല്ലൊരു കഥാപാത്രം, ഒരു അവാർഡിന് പരിഗണിക്കത്തക്കവണ്ണമുള്ള കഥാപാത്രങ്ങളൊന്നും പിന്നീട് എനിക്ക് അങ്ങനെ വന്നിട്ടൊന്നുമില്ല. കുറേ പടം അഭിനയിച്ചു എന്ന് മാത്രമേ അത്രേ ഉള്ളൂ. സുകുമാരൻ എന്ന നടനെയും ഭർത്താവിനെയും എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അവിടെയാണ് സുകുമാരൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രത്യേക വ്യക്തിത്വം. നടൻ വേറെ, ഭർത്താവ് വേറെ ഒന്നുമില്ല അദ്ദേഹത്തിന്. അദ്ദേഹം ഒരിക്കലും വീട്ടിൽ നടനായിരുന്നില്ല, നല്ല ഭർത്താവാണ്, നല്ല അച്ഛനാണ്, നല്ല കുടുംബനാഥനാണ്. ഒരു കാലത്തും ഒരു ഭാര്യയ്ക്കും മക്കൾക്കും അദ്ദേഹത്തിൻ്റെ ഒരു അസാന്നിധ്യം അനുഭവപ്പെടുന്നില്ല. ഇപ്പോഴും പലപ്പോഴും ഞങ്ങൾക്ക് പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം അറിയാതെ മനസ്സിൽ ഇപ്പോൾ സുഖം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കേൾക്കാമായിരുന്നു, ഇപ്പോൾ കിട്ടിയേനേം എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയുണ്ട് ഞങ്ങളുടെ വീട്ടിൽ. അത് വളരെ സത്യമാണ്. കാരണം എൻ്റെ മക്കൾക്കറിയാം, മരുമക്കൾക്കറിയാം, അച്ഛൻ കേൾക്കണ്ട എന്നറിയാതെ നമ്മൾ പറഞ്ഞു പോകുന്നൊരവസ്ഥയില്ലേ. അത് എന്താണെന്നറിയില്ല, ഒരു പക്ഷേ അത്രയും സ്ട്രോങ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസൻസ് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഞങ്ങളുടെയൊക്കെ ഉള്ളിൽ ഒരു വലിയ ബലമായി തന്നെ അദ്ദേഹം കൂടിയിരിക്കുന്നത് കൊണ്ടാവാം അത് ഞങ്ങൾക്ക് തോന്നുന്നത്. അത് ഭർത്താവ് എന്നുള്ള നിലയിൽ പറയുകയാണെങ്കിൽ എനിക്ക് ജീവിതം തന്ന ഒരു എന്താ പറയുക, ഞാൻ എപ്പോഴും ഒരു ദൈവതുല്യനായിട്ടാണ് സുവർണനെ ഇന്നും കാണുന്നത്. കാരണം അങ്ങനെ ഒരു മഹാവ്യക്തിയെ ഒരു പക്ഷേ ഈശ്വരൻ എനിക്ക് പരിചയപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ ഇന്ന് മല്ലികാ സുകുമാരനും പൃഥ്വിരാജ് സുകുമാരനും ഇന്ദ്രജ സുകുമാരനും ഒന്നും ഈ സമൂഹത്തിൽ ആരുമല്ലാതായിപ്പോയിനെ. അകാലത്തിലുള്ള ഭർത്താവിൻ്റെ വേർപാട് ജോലിയില്ലാതെ കുടുംബിനിയായ ഒരു സ്ത്രീക്ക്, ഏതൊരു സ്ത്രീക്കും വലിയ ആഘാതമാണ് ഉണ്ടാക്കുക. മലിയ ചേച്ചിക്ക് എങ്ങനെയാണ് സുകുമാരൻ്റെ മരണം വൈകാരികമായും സാമ്പത്തികമായും ഒക്കെ ആഘാതമുണ്ടാക്കിയത്? അതെ, അവിടെയാണ് സുകുമാരൻ എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് വളരെ ആഴത്തിൽ നിങ്ങളൊക്കെ പഠിക്കേണ്ടത്. കാരണം അദ്ദേഹം ഈ സിനിമാ വ്യവസായത്തെക്കുറിച്ചും ചലച്ചിത്ര രംഗത്തെക്കുറിച്ചും വളരെ ബോധവാനായ ഒരു വ്യക്തിയായിരുന്നു. ഇന്നും ഞങ്ങളുടെ ഓഡിറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ധനൻ ഗോവേല എന്ന സാർ, ഇന്നും അദ്ദേഹം പറയുന്നത് സുകുമാരൻ കാണിച്ചിരുന്ന വളരെ, അന്ന് ഇങ്ങനത്തെ വലിയ റെമ്യൂണറേഷൻ ഒന്നുമില്ല, പക്ഷേ ഇന്നത്തെ 5 ലക്ഷം എന്ന് പറഞ്ഞാൽ അന്നത്തെ 50,000 ആവാം, അന്നത്തെ 1 ലക്ഷം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 10 ലക്ഷം, അതൊക്കെ സത്യം തന്നെയാണ്. പക്ഷെ എങ്കിലും അദ്ദേഹം വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ജീവിതം എന്താണെന്ന് മനസ്സിലാക്കുകയും സിനിമ എന്താണെന്ന് അതിലുപരി മനസ്സിലാക്കുകയും ചെയ്തൊരു വ്യക്തിയായിരുന്നു. അത് വളരെ സൂക്ഷിച്ച് പറഞ്ഞാൽ പലരും വിശ്വസിക്കുകയില്ല. കാരണം സുഖുവേട്ടൻ്റെ ഞാനും കൂടെ ഒരു 10, 19, 20 വർഷക്കാലം ജീവിക്കുമ്പം ഒരു 200 പ്രാവശ്യമെങ്കിലും ഗൾഫിൽ പോകാനും അമേരിക്കയിൽ ഉദ്ഘാടനത്തിന് പോലും മലയാളി അസോസിയേഷനിൽ പങ്കെടുക്കാനും ജർമ്മനിയിൽ ഇങ്ങനെ നാനാഭാഗത്ത് നിന്ന് നമുക്ക് ടിക്കറ്റൊക്കെ നമുക്കൊരു ചിലവുമില്ല, ക്ഷണം വന്നിട്ടുണ്ട്. പക്ഷെ അന്നെല്ലാം അദ്ദേഹം പറയുന്നത്, ഇപ്പം ഞാൻ പോകുമ്പോൾ നിനക്ക് തോന്നും,
എന്നെയും കൂടെ സുഖേണ്ട കൂടെ കൊണ്ടുപോയെങ്കിൽ തോന്നും. അപ്പോൾ എനിക്കും തോന്നും ആ പാവം എന്നാൽ നീയും കൂടെ വരട്ടെ. എൻ്റെ സ്വഭാവത്തിന് എനിക്കിത് അവരെ കൊണ്ട് ടിക്കറ്റ് ഇടും. അത് അദ്ദേഹത്തിന് അങ്ങനെയൊക്കെ വളരെ സ്ട്രിക്റ്റാണ്. അത് അദ്ദേഹത്തിനെ വിളിച്ചാൽ അദ്ദേഹത്തിൻ്റെ ടിക്കറ്റ് അവർ തരുമായിരിക്കും. പക്ഷേ കൂടെ ആര് പോയാലും അദ്ദേഹം കയ്യിൽ നിന്ന് ടിക്കറ്റ് എടുത്തേ കൊണ്ടുപോകത്തുള്ളൂ. അവരെ ബുദ്ധിമുട്ടിക്കാറില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്നെയും കൂടെ കൊണ്ടുപോകണം തോന്നും. അപ്പോൾ ഉടനെ അത് വേറെ അന്നത്തെ കാലത്ത് ഒരു 10-20,000 രൂപ ചിലവാകും. ഈ 20,000 രൂപയുണ്ട് എവിടെയെങ്കിലും ചെന്ന് അദ്ദേഹം അന്നത്തെ കാലത്ത് ഒരു 10 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചിടും. അത്ര കണ്ട് ജീവിതം വളരെ സൂക്ഷിച്ച് നോക്കി കണ്ട് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പറയും ഞങ്ങൾ എടപ്പാളിലെ ആണുങ്ങൾക്കെല്ലാം ഒരു 55 വയസ്സാണ് മാക്സിമം എന്ന് പറയാറുണ്ട്. അപ്പം ഞാൻ അതിന് വെറുതെ പിണങ്ങാറുമുണ്ട്. വേറെ പണിയൊന്നുമില്ല, ഇങ്ങനെ ജോത്സ്യൻ്റെ പണിയൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് ഞാൻ. എങ്കിലും എനിക്കൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അദ്ദേഹം അടുത്ത് ഉള്ള നിരീക്ഷണങ്ങളിലൂടെ അദ്ദേഹത്തിന് തോന്നിയതാവാം അത്. ഏതായാലും അദ്ദേഹം ഇങ്ങനെ പറയുകയും അപ്പം ഇപ്പോൾ സാമ്പത്തികത്തിൻ്റെ കാര്യം ചോദിച്ചാണ് അദ്ദേഹം പോകുമ്പോൾ അതെൻ്റെ സഹോദരൻ ആദ്യം എന്നോട് ചോദിച്ചതാ. എനിക്ക് എൻ്റെ ചേട്ടനെന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞതിൻ്റെ തൊട്ടാ സുഖേട്ടൻ പലരും പലപ്പോഴും പറയാറുണ്ട് മല്ലിക എങ്ങനെ ജീവിക്കുന്നതെന്ന്. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ എനിക്കൊരു വിഷമമുണ്ടെങ്കിൽ എനിക്ക് ഇന്നെൻ്റെ മക്കളുണ്ട്. പക്ഷെ ഒരു പക്ഷേ മക്കൾ തിരിഞ്ഞ് നിന്നാൽ പോലും അവർ തിരിഞ്ഞ് നിൽക്കില്ല. കാരണം ഞാൻ അങ്ങനെ അവരെ വളർത്തിയിരിക്കുന്നത്. എൻ്റെ സഹോദരനുണ്ട്. എന്ത് കാര്യത്തിനും എന്തുകൊണ്ട് മല്ലി വിശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണമെന്നും പറഞ്ഞ് പലപ്പോഴും എൻ്റെ ചേട്ടനാണ് എനിക്കൊരു വിഷമഘട്ടത്തിൽ അതൊന്നും സാരമില്ല നീ അതൊക്കെ ചുമ്മാ നിസാരമായിട്ട് വിട്ടേരെ, അതൊക്കെ പലരും പലതും പറയാനൊന്നും മറുപടി പറയാൻ നിൽക്കരുത്, നമ്മുടെ അന്തസ്സിന് ചേർന്നതല്ല എന്ന് എന്നെ പറഞ്ഞ് ഉപദേശിക്കുന്ന എൻ്റെ മൂത്ത സഹോദരൻ അമേരിക്കയിൽ. പിന്നെ എൻ്റെ 2 സഹോദരിമാർ, ഒരാൾ ബോംബെയിലാണ്, ഒരാൾ നൈജീരിയയിലായിരുന്നു, ഇപ്പോൾ ഇങ്ങനെ വന്ന് തിരുവനന്തപുരത്ത് ഇവിടെ അടുത്ത് തന്നെയാണ്. ഇവരെല്ലാവരും മാനസികമായ ഒരു ബലം നമുക്ക് തരുന്നതോടൊപ്പം തന്നെ എന്തെങ്കിലും സാമ്പത്തികം വേണോ എന്ന് ചോദിച്ചപ്പം ഞാൻ എൻ്റെ ചേട്ടനോടാണ് ആദ്യം തുറന്നു പറയുന്നത്. സുഖേട്ടൻ അങ്ങനെ പോയപ്പം എല്ലാം ഇട്ടറിഞ്ഞ് പൊടിയും തട്ടി കയ്യും കഴുകി പോയൊരു വ്യക്തിയല്ല. എൻ്റെ പേർക്കുള്ളതെല്ലാം എൻ്റെ പേർക്കാണ്. എന്തുകൊണ്ട് അദ്ദേഹം മക്കളുടെയൊക്കെ പേർക്ക് വാങ്ങിക്കായിരുന്നു. പക്ഷേ ഈ കണ്ട ഭൂമികളെല്ലാം വാങ്ങിച്ചത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം ഞങ്ങൾക്ക് പീരുമേട് കുറച്ചുണ്ടായിരുന്നു, മൂന്നാറിൽ ഇപ്പോഴും കിടപ്പുണ്ട്. മൂന്നാറിനെ കാന്തല്ലൂർ ജംഗ്ഷനിൽ വളരെ മുമ്പ് വാങ്ങിച്ചതാണ്. അത് വാങ്ങിച്ചത് എൻ്റെ അമ്മാവൻ്റെ മകളുടെ ഭാര്യ വീട്ടുകാരുന്നു. അവരവിടെ നിന്ന് വിട്ടുപോയപ്പം ഇതുപോലെ അമ്മാവൻ്റെ മോൻ വന്ന് ചോദിച്ചു ചേട്ടാ ഇങ്ങനെ കുറച്ച് തെടുപ്പുണ്ട്. അപ്പോൾ അന്ന് ഒന്നിച്ച് വാങ്ങിക്കാൻ പൈസയില്ല, കുറച്ച് വാങ്ങിച്ചു. പിന്നീടാണ് ബാക്കി വാങ്ങിച്ചത്. അപ്പം അതെല്ലാം അദ്ദേഹം വളരെ സൂക്ഷിച്ചും കണ്ടും കൈകാര്യം ചെയ്ത് സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ചിട്ടു. സുകുമാരൻ്റെ മരണസമയത്ത് ഭൂമിയുണ്ട്, അത്യാവശ്യം കുറച്ച് പൈസ ബാങ്കിൽ കിടപ്പുണ്ട്. അതൊക്കെ എനിക്ക് അത്ഭുതമാണെന്നും. ഏതാണ്ട് ഒരു 1-2 മാസത്തേക്ക് ഒന്നും അറിയാതെ എല്ലാം നോക്കാനും ഒന്നല്ല ഒരു 5-6 മാസക്കാലം. പക്ഷേ നമുക്ക് ആ പൈസ തീരുമ്പോൾ ഇനി എന്താന്നുള്ള ചിന്ത സ്വാഭാവികമായിട്ടും എല്ലാവർക്കും വരും അല്ലേ. ഭൂമി മാത്രം മതിയോ ജീവിക്കാൻ? പോരല്ലോ, പൈസ വേണ്ടേ. അപ്പോൾ അങ്ങനെയുള്ള സാമ്പത്തികമായ രീതികളൊക്കെ അപ്പോഴാണ് പൃഥ്വിരാജ് പിന്നെ 10th ഇന്ദ്രൻ 12 ആ സമയത്താണ് ഇന്ദ്രൻ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് 12th കഴിഞ്ഞിട്ട് ഒരു പുതിയ കോഴ്സിലേക്ക് എഞ്ചിനീയറിങ്ങിന് ചേരാൻ സമയത്താണ് സുഖേട്ടൻ്റെ മരണം. രാജു 10th കയറുന്നു. സ്വാഭാവികമായിട്ട് ഇവർക്ക് തുടർന്നുള്ള പഠനം എങ്ങനെയെന്ന് ഞാൻ എഡ്യൂക്കേഷൻ ലോൺ എടുത്താണ് പൃഥ്വിരാജിനെ ഓസ്ട്രേലിയയിലേക്ക് അയച്ചത്. അപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് അഭിനയത്തിലേക്ക് ഞാൻ വീണ്ടും തിരിച്ചു വരുന്നത്. അപ്പോൾ എനിക്ക് സ്വയം ഒരു വരുമാനം കിട്ടിത്തുടങ്ങി. ആദ്യം എനിക്ക് താല്പര്യമില്ലായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞ പിള്ളേർ അമ്മ വരുമാനത്തിൻ്റെ കൊണ്ട് മാത്രമല്ല, അമ്മ ഇങ്ങനെ ഇരുന്ന് അമ്മൂമ്മയായിട്ട് അച്ഛൻ്റെ മരണം അപ്പൂപ്പൻ്റെ മരണം ഇത് തന്നെ ചർച്ച വീട്ടിനകത്ത്. അതിനേനെ അമ്മ ഒരുമാതിരി വളരെ പ്രസരിപ്പോടുകൂടി നടന്ന അമ്മ ഡള്ളാവുകയും അത് ഇവർക്കും കുറച്ച് മാനസികമായിട്ട് കുറച്ചൊരു അത് ബാധിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ അതെല്ലാം കൂടെ ചേർത്ത് അതെന്ന് പറയുന്നതിനോട്ടല്ലാതെ ഇങ്ങനെ ലക്ഷങ്ങൾ കൈ വെച്ചുകൊണ്ടൊന്നും ജീവിക്കുന്ന ആളല്ല വലിയ ചേച്ചി. അന്ന് ആ ഒരു സമയത്ത് ഒരു നിർമ്മാണ കമ്പനി ഉണ്ടായിരുന്നു അല്ലേ, ഇരകളും അതുണ്ടായിരുന്നു, MS ഫിലിംസ്. ഇന്നിപ്പോൾ ഉള്ളത് ആഗസ്റ്റ് ഫിലിംസ് ആണ്. അത് തന്നെയായിരുന്നു അന്നും? അല്ലല്ല, ഓഗസ്റ്റ് സിനിമ എന്ന് പറയുന്ന കമ്പനി അതിൽ 3 പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. സന്തോഷ് ശിവന്, ഷാജി നടേശൻ, പൃഥ്വിരാജ്. MS ഫിലിംസ് എന്ന് പറയുന്നത് സുഖേട്ടൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയായിരുന്നു. അപ്പോൾ അങ്ങനെ അത് പല വ്യാഖ്യാനങ്ങൾ. MS എന്ന് പറയുന്നത് മല്ലികയും സെൽമ, കാരണം ജോർജ് സാറാണ് ആദ്യത്തെ പടത്തിൻ്റെ സംവിധാനമാണോ എന്ന് ചോദിച്ചു. പിന്നെ കുറച്ച് പേര് മല്ലിക സുകുമാരനാണോ എന്ന് ചോദിച്ചു. അപ്പോൾ സുഖേട്ടൻ പറഞ്ഞ് എല്ലാവർക്കും അവരവരുടേതായ ഇഷ്ടത്തിൽ വ്യാഖ്യാനിക്കാൻ, ഞാൻ ഏതായാലും കമ്പനിയുടെ പേര് MS ഫിലിംസ് എന്നാണ് വെച്ചിരിക്കുന്നത്. പുള്ളി അങ്ങനെയാണല്ലോ, പിടികൊടുക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഇരകളെടുത്തപ്പോൾ ഞങ്ങൾക്ക് അതൊരു കമേഴ്ഷ്യൽ പടം അല്ലാത്തത് കൊണ്ട് അന്നത്തെ കാലത്ത് ഒരു 10 ലക്ഷം രൂപയായിട്ടുള്ള പടം തീരും. ഒരു 4-4.5 ലക്ഷം രൂപ ഞങ്ങൾക്ക് ഒരു 5 ലക്ഷം രൂപയോളം ഒരു നഷ്ടം വന്നു അതിനകത്ത്. ആ സിനിമ കൊമേഴ്സ്യൽ സക്സസ് ആയിരുന്നില്ലെങ്കിൽ കൂടിയും എനിക്ക് വളരെ ശ്രദ്ധിക്കപ്പെട്ടു. ജോർജ് സാർ ഇന്നും അദ്ദേഹത്തിന്റെ നല്ല ചിത്രങ്ങളിൽ ഒന്നായിട്ട് പറയുന്നതാണ് ഇരകൾ എന്ന് പറഞ്ഞ ചിത്രം. അല്ല, അതുകൊണ്ട് തന്നെയാണ് അത് അങ്ങനത്തെ ഒരു പ്രമേയമായിരുന്നില്ല. ഒരു വലിയ ഇനീഷ്യൽ വന്നൊരു കളക്ഷൻ നേടി അങ്ങനത്തെ ഒരു പ്രമേയമായിരുന്നില്ല. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ആ പടമൊക്കെ ഇന്ന് ഇറങ്ങുകയാണെങ്കിൽ കുറെ കൂടെ ആൾക്കാർ സ്വീകരിച്ചേനെ. അന്നിങ്ങനെ നമ്മൾ മറ്റും പ്രേമവും പാട്ടും ഡാൻസും ഒക്കെ ഉള്ള പടങ്ങൾ ഓടുന്ന ഒരു കാലഘട്ടമാണ് അപ്പോഴത്.
അത് കഴിഞ്ഞിട്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ അസാമാന്യമായ ബുദ്ധിശക്തി കൊണ്ട് ആ പടം നാഷണൽ പനോരമയ്ക്ക് അയക്കുകയും അതിനകത്തുനിന്ന് സെലക്ഷൻ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് അന്നൊക്കെ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ നല്ല പൈസ കിട്ടും. അങ്ങനെയാണ് ഞങ്ങളുടെ നഷ്ടം ടെലികാസ്റ്റിലൂടെ കിട്ടിയ ഫീ എന്നാണ് ഞങ്ങളുടെ ഈ പറഞ്ഞ ദൂരദർശനം കൊടുക്കുമായിരുന്നു. നൈറ്റ് സ്ലോട്ട് എങ്ങാണ്ട് അത് വന്നിരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ആ പൈസ കിട്ടിയപ്പോൾ ആ നഷ്ടം അങ്ങ് തീർന്നു. സുകുമാരൻ ചേട്ടൻ്റെ ബിസിനസ്സൊക്കെ അങ്ങനെ. പിന്നെ ഒരു പടം എടുത്തപ്പോൾ ഇതൊരു പാഠമായി, പടയണി. അപ്പോൾ പടം എടുത്ത് അങ്ങനെ തന്നെ പുള്ളി ഒരു 5 ലക്ഷം രൂപയ്ക്ക് അത് ഔട്ട്റേറ്റ് കൊടുത്തു. അന്നത്തെ കാലത്ത് മമ്മൂട്ടി, മോഹൻലാൽ, ദേവൻ, ശോഭന, അടൂർ ഭാസി, മാള തുടങ്ങി പ്രമുഖരായ എല്ലാ താരങ്ങളും അതിനകത്തുണ്ട്. അതെനിക്ക് തോന്നുന്നു സുവോട്ടൻ അത് ഇന്നും വേണമെങ്കിൽ എനിക്കൊന്ന് മമ്മൂട്ടിയൊക്കെ സത്യസന്ധമായിട്ട് പറയാം. കാരണം ഒരു പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ത്രൂ ഔട്ട് സെറ്റിൽ നിൽക്കുക. അദ്ദേഹം അഭിനയിച്ചിട്ട് പോലും ഇല്ല. ഏതാണ്ട് ഒരു ഗസ്റ്റ് റോൾ എങ്ങാണ്ട് തുടക്കത്തിൽ മരിച്ചു പോകുന്നത്. പിന്നെ അവിടെ നിന്ന് എന്നോടന്ന് പറഞ്ഞ കണക്ക് 10,60,60,000 രൂപയായി ആ പടത്തിൻ്റെ കംപ്ലീറ്റ് ചെലവുകൾ ഫസ്റ്റ് കോപ്പി ആയപ്പോൾ. എന്നാൽ അത് അന്നത്തെ കാലമാണെന്ന് ആലോചിച്ചോണം. കൊല്ലം 10-15 കഴിഞ്ഞപ്പോൾ. ഈ 15 അല്ലല്ലോ, 10-20 കൊല്ലത്തിക്കുള്ളായി. അപ്പം അത് ആ ഒരു പൈസ നമ്മൾ നെറ്റായിട്ട് നമുക്കൊരു 4-4.5 ലക്ഷം രൂപ ലാഭം കിട്ടിയപ്പം പുള്ളി അതങ്ങ് വിൽക്കുകയായിരുന്നു ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിക്ക്. അപ്പം അതിനകത്തുനിന്ന് പുള്ളിക്ക് പിന്നെ നഷ്ടമൊന്നുമില്ല. അപ്പോൾ ആദ്യത്തെ നഷ്ടം ടെലിവിഷനിൽ നിന്ന് കിട്ടി, ഇതിൻ്റെ നഷ്ടം ഇങ്ങനെ കിട്ടി. മതി മല്ലികേ, ഇനി നമുക്കുള്ളതും കൊണ്ട് മനസ്സമാധാനമായിട്ട് ജീവിക്കാതെ പടമെടുപ്പ് നിർത്തി. അതായിരുന്നു എൻ്റെ സത്യം. ഇത് വേറെ, ഇത് പൃഥ്വിരാജാണ്. അതിനകത്ത് 3 പേരിൽ ഒരാൾ പൃഥ്വിരാജാണ്. പിന്നെ ഇപ്പോൾ ഓഗസ്റ്റ് സിനിമയുമായിട്ട് എനിക്കുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ അടുത്ത കാലത്ത് പറയുകയും ചെയ്തു. കാരണം വലിയ ജോലിയൊന്നും എനിക്കൊരിപ്പോൾ 5-8-10 ദിവസമൊക്കെ ഒരു മാസം ഷൂട്ടിംഗ് കാണത്തുള്ളൂ. ബാക്കി ദിവസം ഇവിടെ ചുമ്മാ ഇരിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഏതായാലും അമ്മയ്ക്ക് ഇച്ചിരി സമയമുണ്ടല്ലോ, അമ്മ ഇങ്ങനൊരു കാര്യമുണ്ട്, ഒന്ന് നോക്കാമോ, അത് ഡ്രാഫ്റ്റ് ചെയ്യണം നമുക്ക് വക്കീലിനെ കൊണ്ടൊരു കാര്യം, അത് നമ്മൾ വായിച്ച് നോക്കണം, അത് കറക്റ്റാണോ എന്ന് നോക്കണം, എന്നിട്ട് അമ്മയൊന്ന് കൂടെ ഇരുന്നാട്ടെ, നമ്മുടെ കമ്പനിയിലൊന്ന് പോകണം, ഓഡിറ്ററുടെ അടുത്തൊന്ന് പോകണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഞാനാ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ കണ്ടിട്ടാണോ എന്തോ പൃഥ്വിരാജൻ്റെ കാര്യത്തിന് മുഴുവൻ ഞാനാണ് ഈ ഓടുന്നതെന്ന് ധരിക്കുന്നത്. അപ്പം